ബലിപെരുന്നാൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് UAE-യിൽ 4 ദിവസവും സൗദി അറേബ്യയിൽ 6 ദിവസവും അവധി. UAE-യിൽ ജൂൺ 5 വ്യാഴാഴ്ച ആരംഭിക്കുന്ന അവധി 8 വരെ തുടരും. സൗദിയിൽ 4 ദിവസത്തെ ഔദ്യോഗിക അവധിയാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ അവധി ദിനങ്ങൾക്കിടയിലെ സാധാരണ അവധിയായ വെള്ളി, ശനി എന്നിവ കൂടി ഉൾപ്പെടുത്തി ഫലത്തിൽ 6 ദിവസത്തെ അവധിയാണ് സൗദിയിൽ ലഭിക്കുന്നത്. UAE-യിലെ പ്രവാസി മലയാളികളടക്കം ആയിരക്കണക്കിന് നിക്ഷേപകരെ വഞ്ചിച്ച ഹീര ഗ്രൂപ്പിന്റെ സ്ഥാപക നവ്ഹീര ഷെയ്ഖ് അറസ്റ്റിലായി. ഹീര ഗോൾഡിലെ പങ്കാളിത്തത്തിന്റെ പേരിൽ 236 കോടി ദിർഹമാണ് ഇവർ വഞ്ചിച്ചെടുത്തത്. ഹീര സ്കീമുകളിൽ നിക്ഷേപിച്ച നിരവധി മലയാളികൾ അടക്കമുള്ളവർക്ക് അവരുടെ ജീവിതകാല സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടത്. നവ്ഹീര ഷെയ്ഖിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിനെ തുടർന്ന് ഹൈദരാബാദിലാണ് ഇവർ അറസ്റ്റിലായത്. സമാനമായ സംഭവത്തിൽ ദുബായിലെ അൽ മുക്താർ ജ്വല്ലറിക്കെതിരെയും കേരളത്തിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഷാർജയിൽ അഗ്നിസുരക്ഷാ പരിശോധന കർശനമാക്കി. കെട്ടിടങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായുള്ള പരിശോധനയാണ് തുടരുന്നത്. ഫയർ അലാറങ്ങളെ സിവിൽ ഡിഫൻസുമായി ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ സംവിധാനമായ അമാൻ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് ഇതിൽ പ്രധാനമായും നടക്കുന്നത്. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് കുവൈറ്റ് സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ തലവൻ ബൈജയന്ത് പാണ്ഡെ MP. വ്യാപാരം, ഷിപ്പിംഗ്, വെള്ളം, വിസ എന്നിവയുമായുള്ള ബന്ധപ്പെട്ട നിരവധി സാമ്പത്തിക നടപടികൾ പാകിസ്ഥാനെതിരെ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുമായി നൂറ്റാണ്ടുകളായി ബന്ധമുള്ള രാജ്യമാണ് കുവൈത്തെന്നും തങ്ങളുടെ കുവൈറ്റ് സന്ദർശനവും കൂടിക്കാഴ്ചകളും മികച്ചതായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരണത്തിന്റെ ഭാഗമായി എത്തിയ സംഘം കുവൈത്ത് ഉപപ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി പേരുമായി കൂടിക്കാഴ്ച നടത്തി. UAE-യിലെ ഇൻഫ്ലുവൻസർമാർ ശ്രദ്ധിക്കുക, ലൈസൻസ് ഇല്ലെങ്കിൽ പിടിവീഴും. നിക്ഷേപങ്ങൾ, വ്യാപാരം അല്ലെങ്കിൽ സാമ്പത്തിക ഉപദേശം എന്നിവയിൽ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന എല്ലാ ഇൻഫ്ലുവൻസർമാരും സെക്യൂരിറ്റി ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റിയിൽ നിന്ന് ലൈസൻസ് കരസ്ഥമാക്കേണ്ടതുണ്ട്. വരുന്ന 3 വർഷത്തേക്ക് ലൈസൻസ് ഫ്രീ നൽകേണ്ടതില്ലെന്നും അധികൃതർ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് ഇൻഫ്ലുവൻസർമാർക്ക് ലൈസൻസ് ഏർപ്പെടുത്തുന്നത്. കട്ടപ്പനയിൽ ലിഫ്റ്റ് അപകടത്തിൽ സ്വർണ്ണ വ്യാപാരി മരിച്ചു. പവിത്ര ഗോൾഡ് ഉടമ സണ്ണി ഫ്രാൻസിസ് ആണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. നിരവധി ബന്ധുക്കൾ ഗൾഫിലുണ്ട്. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി പോകുന്ന വ്യവസായ പ്രമുഖനും സാമൂഹിക പ്രവർത്തകനും മലബാർ പ്രവാസി രക്ഷാധികാരിയുമായ ജമീൽ ലത്തീഫിന് മലബാർ പ്രവാസി യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് അസീസ് തോലേരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മുഹമ്മദ് സാജിദ്, മനയിൽ മുഹമ്മദ് അലി, രാജൻ കൊളായിപ്പാലും, മൊയ്തു കുറ്റ്യാടി, ഹാരിഷ് കോസ്മോസ്, ഇക്ബാൽ ചൊക്യാട്, TP അഷ്റഫ്, നൌഷാദ്, നിഷ്ഫാർ, നബീൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ശങ്കർ സ്വാഗതവും ട്രഷറർ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. അറിയാം പറയാം എന്ന പേരിൽ മലയാളം മിഷൻ ദുബായ് ചാപ്റ്ററിലെ അധ്യാപകരുടെ സംഗമം മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മലയാളം മിഷൻ ദുബായ് ചാപ്റ്റർ പ്രസിഡന്റ് അംബുജം സതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വപ്ന സജി, സർഗ റോയ് എന്നിവർ പരിശീലനവും ക്ലസ്റ്റർ മീറ്റിംഗും നിയന്ത്രിച്ചു. വിനോദ് നമ്പ്യാർ, NK കുഞ്ഞാമത്, സുഭാഷ് ദാസ്, അനീഷ് മണ്ണാർക്കാട്, ഫിറോസിയ, ദിലീപ് റഹ്മാൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. സെക്രട്ടറി ദിലീപ് CNN സ്വാഗതവും ജോയിന്റ് കൺവീനർ നജീബ് നന്ദിയും പറഞ്ഞു. ഇനി പ്രവാസികൾ അറിയാൻ. UAE നിവാസികൾക്ക് അസുഖ, അവധി, മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നിവ നൽകുന്നതിനും സാക്ഷ്യപ്പെടുത്തുന്നതിനും ഇനി മുതൽ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാണ്. UAE പാസ് ഉപയോഗിച്ച് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴി 50 ദിർഹത്തിന് മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. UAE-ക്കുള്ളിലോ പുറത്തോ ഉള്ള പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഏത് മെഡിക്കൽ ലീവും നിങ്ങൾക്കിപ്പോൾ ഇതുവഴി സാക്ഷ്യപ്പെടുത്താനാവും.